ഹലോ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പേപ്പർ സോപ്പാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ വേണം, ഹാൻഡ് വാഷ് വേണം. ഹാൻഡ് വാഷ് ഇല്ലേ കുഴപ്പമില്ല, നമുക്ക് സോപ്പ് വെള്ളത്തിൽ കലക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒരു ബുക്കിൻ്റെ എന്തെങ്കിലും മുകളിൽ വെച്ചിട്ട് നമ്മൾ ഹാൻഡ് വാഷ് വെക്കണം. എന്നിട്ട് അതൊന്ന് പരത്തി കൊടുത്തിട്ട് 1 ഡേ ഉണങ്ങാൻ വെക്കണം. 24 hours later. അപ്പോൾ 1 ഡേ ഞാൻ വെച്ചിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് നല്ല എക്സൈറ്റ്മെൻറ്റോടെ ഞാൻ വന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. അവൻ്റെ റൂമിൽ തന്നെ വെച്ചത്, ഫാനിൻ്റെ കാറ്റുകൊണ്ട് അത് ഉണങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിലത്തൊക്കെ വെക്കാട്ടോ, പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഉച്ചയ്ക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ അങ്ങനെ ഷേപ്പൊന്നും നോക്കിയില്ല, എനിക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഞാനങ്ങ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ സ്ക്വയറാണ് ഞാൻ ഉദ്ദേശിച്ചത്. കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു കണ്ടെയ്നറിനകത്ത് അടച്ചു വെക്കണം. ഇത് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ ബിരിയാണിയോ എണ്ണയുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും കൈയൊക്കെ ഒരുമാതിരി എന്താ പോലെയല്ലേ, അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. പേപ്പർ സോപ്പിന് മേടിക്കുന്നതിന് പകരം നമുക്ക് ഉണ്ടാക്കാനും ഈസിയല്ലേ. അപ്പം ഞാൻ ഇത് സ്കൂളിലൊക്കെ കൊണ്ടുപോകാമെന്ന് ഓർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കണ്ടെയ്നറിനകത്ത് ഞാൻ ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ട് 2 എണ്ണം ഞാൻ മാറ്റി വെച്ചു. നമുക്ക് ട്രയലിന് വേണമല്ലോ, അപ്പോൾ 2 എണ്ണം നമുക്ക് ട്രയലിന് എടുക്കാം. അത് 2 സോപ്പ് കയ്യിലെടുത്തിട്ട് കുറച്ച് വെള്ളം തുള്ളിയിട്ട് നമ്മളിങ്ങനെ കഴുകിയാൽ മതി ഗായ്സ്. ഇത് വർക്കാണ്, ഞാൻ വിചാരിച്ചില്ല കേട്ടോ വർക്കാവുമെന്ന്. അപ്പോൾ നന്നായിട്ട് വർക്കാണത്, കണ്ട സെറ്റല്ലേ, നല്ല പതിയൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബായ്.